വെൽക്കം ബാക്ക്. എല്ലാവരും പേജ് നമ്പർ 141 എടുക്കുക. അവിടെ ഇലിസ്ട്രേഷൻ 6.1 അല്ലെങ്കിൽ ചിത്രീകരണം 6.1 എന്ന് പറഞ്ഞൊരു ചിത്രീകരണം തന്നിട്ടുണ്ട്. 6 കിങ്ഡംസ് ക്ലാസിഫിക്കേഷൻ, അതായത് 6 കിങ്ഡത്തിൻ്റേതായിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനാണ്, അല്ലെങ്കിൽ 6 കിങ്ഡത്തിൻ്റെ വർഗീകരണത്തെക്കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ ആ ചിത്രത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഏതെല്ലാമാണ് 3 ഡൊമൈൻ, നമ്മൾ 3 ഡൊമൈനിനെ കുറിച്ച് ആദ്യം പഠിച്ചിരുന്നു. ഏതെല്ലാമാണ് ആ 3 ഡൊമൈൻ ആയിട്ട് തന്നിരിക്കുന്നത്? ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് ബാക്ടീരിയ എന്ന് പറയുന്ന ആ ഡൊമൈനാണ്. അവിടെ നിങ്ങളൊന്ന് നോക്ക്, ഇലിസ്ട്രേഷൻ 6.1 പേജ് നമ്പർ 141 അത് കാണുന്നത്. അത് എടുത്തു വെച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് ബാക്ടീരിയ എന്നുള്ളതാണ്. ഈ ബാക്ടീരിയയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന ഡൊമൈൻ ഏതാണ്? രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന ഡൊമൈനാണ് ആർക്കിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ്? അവിടെ ആർക്കിയ എന്ന് പറയുന്ന ആ ഒരു ജീവജാലം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ അതിൻ്റെ ആ കളറ് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. കളറ് തന്നിരിക്കുന്നത് തന്നെ ഒന്ന് ഒരു കട്ടി കൂടിയതായിട്ടുള്ള ഒരു നീല കളർന്നുള്ള കളറ്, അല്പം കൂടി ഗ്രേ കളർന്നുള്ള കളറ്, അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടുള്ള ഒരു വയലറ്റ് കളറായിട്ടാണ് വന്നിരിക്കുന്നത്. യുക്കാരിയ എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 ഡൊമൈനുകൾ തന്നിരിക്കുന്നു. ഇനി ഈ 3 ഡൊമൈൻ, ഒന്നാമത്തെ ഡൊമൈൻ ബാക്ടീരിയ, രണ്ടാമത്തെ ഡൊമൈൻ ആർക്കിയ, മൂന്നാമത്തെ ഡൊമൈൻ യുക്കാരിയ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബാക്ടീരിയയുടെ ഡൊമൈനിൽ ആകെ ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. ആർക്കിയയുടെ ഡൊമൈനിൽ ആകെ ആർക്കിയ മാത്രമേ ഉള്ളൂ. ഇനി യുക്കാരിയയുടെ ഡൊമൈനിൽ ഏതെല്ലാം ഉണ്ട്? അവിടെ ഉള്ളത് ഏതെല്ലാമാണ്? പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ ഫംജെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. മൂന്നാമതായിട്ടെന്ന് പറയുന്നത് ഏതാണ്? പ്ലാന്റേ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. നാലാമതായിട്ട് അനിമേലിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കിങ്ഡം എന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത്. ഈ 6 കിങ്ഡം 3 ഡൊമൈനകത്തായിട്ടാണ് വരുന്നത്. അപ്പം ജീവജാലങ്ങളെ ആദ്യമേ തന്നെ 3 ഡൊമൈനായിട്ട് തിരിക്കുന്നു. 1 ബാക്ടീരിയ, 2 ആർക്കിയ, 3 യുക്കാരിയ എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയയുടെ കിങ്ഡത്തിൽ ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. ആർക്കിയയുടെ കിങ്ഡത്തിൽ ആർക്കിയ മാത്രമേ ഉള്ളൂ. യുക്കാരിയയുടെ കിങ്ഡത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? 4 തരത്തിലുള്ള ജീവജാലങ്ങളാണ് വരുന്നത്. 1 പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ജീവജാലം വരുന്നു. 2 ഫംജെ എന്ന് പറയുന്ന ജീവജാലങ്ങൾ വരുന്നു. 3 പ്ലാന്റേ എന്ന് പറയുന്ന ജീവജാലങ്ങൾ വരുന്നു. അനിമേലിയ എന്ന് പറയുന്ന ജീവജാലങ്ങൾ വരുന്നു. എനിക്ക് തോന്നുന്നു ഈ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്. ഈ ചിത്രത്തിൽ നിന്ന് നമ്മളോട് ചില ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒന്നാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഹൗ ക്യാൻ വി ഓർഗനൈസ് ഓർഗാനിസംസ് ബിലോങ്സ് ടു ഓൾ 6 കിങ്ഡം? നിങ്ങൾ ആ ചിത്രം എടുത്ത് കയ്യിൽ വെക്കുക. ഇലിസ്ട്രേഷൻ 6.1 എടുത്ത് വെക്കുക കേട്ടോ. കാരണം ആ ഇലിസ്ട്രേഷൻ 6.1 6 കിങ്ഡം വർഗീകരണം എന്നുള്ള 6 ഡൊമൈൻ എന്നുള്ള ആ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചിത്രത്തിനെ ബേസ് ചെയ്ത് ഞാൻ ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഹൗ ക്യാൻ വി ഓർഗനൈസ് ഓർഗാനിസംസ് ബിലോങ്സ് ടു ഓൾ 6 കിങ്ഡംസ്? ഓക്കെ, ഓർഗാനിസംസ് എന്താണ് ചെയ്യുന്നത്? ബിലോങ്സ് ടു ഓൾ 6 കിങ്ഡംസ് വെർ ഓർഗനൈസ്ഡ് ഇൻ ടു 3 ഡൊമൈൻസ്. അവയെ എങ്ങനെയാണ് 3 ഡൊമൈൻസ് നമുക്ക് തരംതിരിച്ചെടുക്കാം. ഏതെല്ലാമാണ്? 1 ഡൊമൈൻ ബാക്ടീരിയ, 2 ഡൊമൈൻ ആർക്കിയ, 3 ഡൊമൈൻ യുക്കാരിയ എന്ന് പറയുന്നത്. അത് അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതായിട്ട് കാണപ്പെടാവുന്ന ഒരു രീതി ഇതാണ്. വിച്ച് ആർ ദ 6 കിങ്ഡംസ്? അതായത് ഇവിടെ ഏതെല്ലാം കിങ്ഡങ്ങളാണ് നമ്മൾ കാണുന്നത്? ആദ്യം നമ്മൾ ഡൊമൈൻ കണ്ടു 3 എണ്ണമായിട്ട്. ഇനി നമ്മൾ കാണുന്നത് ഏതാണ്? കിങ്ഡത്തെയാണ് കാണുന്നത്. വിച്ച് ആർ ദ 6 കിങ്ഡംസ്? അപ്പോൾ നമുക്ക് പറയാം, ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതായത് 6 കിങ്ഡങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൻ്റെ മുകളിലേക്ക് നോക്കിയ 1 ബാക്ടീരിയ, 2 ആർക്കിയ, 3 പ്രോട്ടിസ്റ്റ, 4മതായിട്ട് ഫംജെ, 5മതായിട്ട് പ്ലാന്റേ, 6മതായിട്ട് അനിമേലിയ എന്ന് പറയുന്ന 6 കിങ്ഡങ്ങളായിട്ടാണ് നമുക്ക് തരംതിരിച്ചിരിക്കുന്നത്. അപ്പം 3 ഡൊമൈൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, 3 കിങ്ഡം ഏതാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാം ക്രീച്ചേഴ്സാണ് ഈ കിങ്ഡം ബാക്ടീരിയയിൽ വരുന്നത്? കിങ്ഡം ബാക്ടീരിയയിൽ ബാക്ടീരിയ എന്ന് പറയുന്ന ഏക ജൈവിയാണ് വരുന്നതേ ഉള്ളൂ. രണ്ടാമതായിട്ട് വരുന്നത് ഡൊമൈൻ ആർക്കിയയിൽ ഏതെല്ലാം ജീവജാലങ്ങളാണ് വരുന്നത്? ഡൊമൈൻ ആർക്കിയയിൽ വരുന്നത് ഒൺലി ആർക്കിയയിലുള്ള ആ ഒരു ജീവജാലം മാത്രമേ വരുന്നുള്ളൂ. മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് ഏതാണ്? കിങ്ഡം
യുക്കേരിയയിലാണ്. യുക്കേരിയയിൽ ഏതെല്ലാം ജീവജാലങ്ങൾ വരുന്നു? അതിനകത്ത് യുക്കേരിയയിൽ വരുന്ന ജീവജാലങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് 4 ജീവജാലങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. 1 പ്രോട്ടിസ്റ്റ, 2 ഫ്ലംജെ, 3 പ്ലാന്റ്, 4 അനിമാലിയ എന്ന് പറയുന്ന ജീവജാലങ്ങളെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ ബാക്ടീരിയ എന്ന് നമ്മൾ ഒത്തിരി പറയുന്നുണ്ട്. വാട്ട് ആർ ബാക്ടീരിയ? എന്താകുന്നു ബാക്ടീരിയ? അപ്പം നമുക്ക് പറയാം, ബാക്ടീരിയ ഈസ് എ മെമ്പർ ഓഫ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലുലർ ഓർഗാനിസം. ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിസെല്ലുലർ ഓർഗാനിസം, ഏകകോശ ജീവിയുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ജീവിയാണ്. അവയ്ക്ക് എന്താണ് പ്രത്യേകത? വിച്ച് ആർ സെൽ വാൾസ് ബട്ട് ലാക്ക് ഓർഗാനല്ലേ. അതായത് അവയ്ക്ക് ഒരു കോശ ഭിത്തിയുണ്ട്, പക്ഷേ അതിന് കോശത്തിനുള്ള ഓർഗാനിസങ്ങളെല്ലാം കൃത്യമായിട്ട് ഇല്ല. ആൻഡ് ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ്, അവയ്ക്ക് എന്താണ്? കോശത്തിനകത്തുള്ള ഘടകങ്ങളും ഇല്ല, അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും ഇല്ല. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചില ബാക്ടീരിയകൾ നമുക്ക് എന്ത് ചെയ്യാം? അസുഖങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ അവിടെ കണ്ടിരിക്കുന്നത് ഏതാണ്? ആർക്കിയ എന്ന് പറയുന്ന ഇതാണ് കണ്ടത്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ആർക്കിയ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ആർക്കിയ എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ ഓർഗാനിസം, അതായത് സൂക്ഷ്മ ജീവജാലങ്ങളാണ്. മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ കാണുവാനായി സാധിക്കുകയുള്ളൂ. ഇവയുടെ വേറൊരു പ്രത്യേകത എന്താണ്? അവ ബാക്ടീരിയയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്ത്? സൈസ് ആൻഡ് അവയുടെ സ്ട്രക്ചറിലും. ഓക്കെ, എന്നാൽ എന്താണ് അവയ്ക്കൊരു പ്രത്യേകത? അവയുടെ സ്ട്രക്ചറിലും അവയുടെ രൂപത്തിലും അവയുടെ സൈസിലും ബാക്ടീരിയയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ മോളിക്കുലർ ഓർഗനൈസേഷൻ, അവയുടെ ആ മോളിക്കുലർ ഓർഗനൈസേഷൻ, അതിൻ്റെ അകത്തുള്ള ഓർഗനൈസേഷൻ ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമാണ്. അവ എന്താണ് ചെയ്യുന്നത്? അവയെ ഇന്ന് നമ്മൾ എന്താണ് ഒരു പുതിയ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഡൊമൈനായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടെ വേറൊരു പ്രത്യേകത എന്താണ്? ദേ ആർ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ബാക്ടീരിയ ആൻഡ് യൂക്രിയോട്ടസ്. അവ എന്താണ്? ഈ ബാക്ടീരിയയ്ക്കും യൂക്രിയോട്ടസിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ വാക്ക് പഠിച്ചു. എന്താണ് യൂക്രിയോട്ടസ്? യൂക്രിയോട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി സെൽ ഓർ ഓർഗാനിസം ദാറ്റ് പോസസ് ക്ലിയർലി ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അതായത് ഈ യൂക്രിയോട്ടസിന് എന്താണ് പ്രത്യേകത? അവയ്ക്ക് ന്യൂക്ലിയസും അതുപോലെയുള്ള സെല്ലിൻ്റെ ഭാഗങ്ങളും കൃത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഈ യൂക്രിയോട്ടസിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അത് ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? അവയ്ക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്രോമോസോംസ് ഉണ്ട്, അതായത് ജനിതക ഘടകങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ആർക്കിയ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ്? അവ ബാക്ടീരിയയ്ക്കും യൂക്രിയോട്ടസിനും ഇടയിലുള്ള ഒരു ജീവജാലം, അതായത് പരിണാമത്തിൽ ആ ഒരു ഘടകത്തിൽ എത്തി നിൽക്കുന്ന സംഗതിയാണ്, അല്ലെങ്കിൽ എവല്യൂഷനിൽ. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? യുക്രിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ എന്താണ് ഈ പ്രൊട്ടിസ്റ്റ? പ്രൊട്ടിസ്റ്റ ഈസ് എ യുക്രിയോട്ടിക് യൂണിസെല്ലുലർ ഓർഗാനിസം. എന്താണ് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത്? ഒരു യുക്രിയോട്ടിക് ആണ്, അതുപോലെ തന്നെ യൂണിസെല്ലുലർ, ഏകകോശ ജീവിയാണ്. ജനറലി ഇറ്റ് ഈസ് അക്വാട്ടിക്. അവ എന്താണ് ചെയ്യുന്നത്? അവ ജലത്തിലാണ് കാണപ്പെടുന്നത്, അത് മൈക്രോസ്കോപ്പിക് ആണ്, സൂക്ഷ്മജീവിയാണ്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണ്? ഇതിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ പ്രൊട്ടിസ്റ്റ എന്നാണ് കാണപ്പെടുന്നത്. പ്രൊട്ടസ്റ്റിന് നമ്മൾ എന്താണ്? പ്രൊട്ടിസ്റ്റയെ നമ്മൾ ഒരിക്കലും എന്തായിട്ട് പ്ലാന്റുകളായിട്ടോ അനിമലായിട്ടോ ഫ്ലംജെ ആയിട്ടോ കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് എന്താണ്? ഫംജെ എന്ന് പറയുന്ന ജീവജാലത്തെക്കുറിച്ചാണ് പറയപ്പെടുന്നത്. ഫംജെ ഈസ് എനി മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് യുക്രിയോട്ടിക് ഓർഗാനിസം ദാറ്റ് ഇൻക്ലൂഡ്സ് മൈക്രോ ഓർഗാനിസം സച്ച് ആസ് ഈസ്റ്റ്, മോൾസ് ആസ് വെൽ ആസ് മോർ ഫെമിലിയർ മഷ്റൂംസ്. അതായത് ഇതും ഈ ഫംജെ എന്ന് പറയുന്നതും ഒരു മൈക്രോ ഓർഗാനിസമാണ്, അത് യുക്രിയോട്ടിക് സെല്ലാണ്. അതിന് എന്താണ് ചെയ്യുന്നത്? അവയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് മഷ്റൂം അല്ലെങ്കിൽ കൂണ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണപ്പെടുന്നത് എന്താണ്? വാട്ടർ പ്ലാന്റ്. ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് എന്ന് പറയുന്നതിന് നമ്മൾ മറ്റൊരു പേര് പറയാം, പ്ലാന്റ് കിങ്ഡം എന്ന് പറയാം. ഇറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ പ്ലാന്റ്സ് ഓൺ എർത്ത്. അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ പ്ലാന്റുകളെയും കൂടി, അതായത് സസ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സസ്യങ്ങളും ഉൾപ്പെടുന്നതാണ്. സിംഗിൾ സെല്ലായിട്ടുള്ള സസ്യങ്ങൾ മുതൽ മൾട്ടി സെല്ലുലായിട്ടുള്ള സസ്യങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്. അടുത്തതായിട്ട് എന്താണ് നമ്മൾ കാണപ്പെടുന്നത്? അനിമാലിയ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് നോക്കുക, എന്താണ് ഈ അനിമേലിയ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനിമേലിയ എന്ന് പറഞ്ഞാൽ അനിമേലിയാസ് ആർ മൾട്ടി സെല്ലുലർ യുക്രിയോട്ടിക് ഓർഗാനിസം ഇൻ ദ ബയോളജിക്കൽ കിങ്ഡം. അതായത് ബയോളജിക്കൽ കിങ്ഡം
കിങ്ഡത്തിലെ മൾട്ടി സെല്ലുലാർ ബഹുകോശ ജീവികളാണ് അവ. യുക്രിയോട്ടിക് ഓർഗാനിസംസ് ആണ്. പിന്നെ എന്താണ് അവയുടെ ഒരു പ്രത്യേകത എന്താണ്? ദേ വിത്ത് ഫ്യൂ എക്സംഷൻ അവ എന്താ ചെയ്യുന്നു? ദേ കൺസ്യൂം ഓർഗാനിക് മെറ്റീരിയൽസ്, അതായത് അവ മറ്റുള്ള ഓർഗാനിസത്തിനെ കൺസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ അവ എന്ത് ചെയ്യുന്നു? ബ്രീത്ത് ചെയ്യുന്നു, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. അതുപോലെ തന്നെ അവയ്ക്ക് വേറൊരു പ്രത്യേകത എന്താണ്? മയോസൈറ്റസ്, അവയ്ക്ക് എന്താണ്? മസിലുകളുണ്ട്. ഓക്കെ, ആൻഡ് ഏബിൾ ടു മൂവ്, അവയ്ക്ക് സാധാരണയായിട്ട് സഞ്ചരിക്കുക, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് സെക്സ്വലി, അവ എന്ത് ചെയ്യുന്നു? പ്രത്യുൽപാദനം സെക്സ്വലി നടത്തുന്നു. ഇവയാണ് എനിക്ക് തോന്നുന്നു ഇലിസ്ട്രേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ചിത്രീകരണം 6.1. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചിത്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുവാനായിട്ട് പോകുന്നത്. വി വിൽ ഗോ ടു അനദർ വീഡിയോ.